തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വിജയം UDF ആഘോഷിക്കുമ്പോൾ ചില പ്രതിസന്ധികൾ കൂടി മുന്നിൽ കാണണം. ജയസാധ്യതയേറുമ്പോൾ കളം പിടിക്കാൻ കൂടുതൽ പേർ രംഗത്ത് വരും എന്നത് തന്നെ. UDFനെ നിഷ്കരണം തള്ളി ഇടതുപാളയം കയറിയ കേരള കോൺഗ്രസും വീണ്ടും മുന്നണിയിലേക്ക് വരുമോ എന്ന ചർച്ച സജീവമായി അന്തരീക്ഷത്തിലുണ്ട്. ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടിയാണ് ഈ വിഷയം ഇന്ന് ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നത്. LDFിലെ അസംതൃപ്തരെ UDFിലേക്ക് സ്വാഗതം എന്നതാണ് കുഞ്ഞാലിക്കുട്ടിയുടെ നിലപാട്. ആശയപരമായി യോജിക്കാൻ കഴിയുന്നവർ മുന്നണിയിലേക്ക് വരുമെന്ന് കരുതുന്നുവെന്നും PK കുഞ്ഞാലിക്കുട്ടി പറയുക. കൂടുതൽ UDFിൻ്റെ അടിത്തറ ഭദ്രമാക്കാൻ ആശയപരമായി യോജിക്കുന്നവർ UDFുമായിട്ട് യോജിക്കണം. അങ്ങനെ UDFിനെ സംബന്ധിച്ചിടത്തോളം അടുത്ത അസംബ്ലി ഇലക്ഷൻ ഒരു സീറോ റിസ്ക് ആയി മാറും. ഇപ്പം തന്നെ ഭദ്രമാണ്, കൂടുതൽ ഭദ്രമാവും. അതിനുവേണ്ടി ആശയപരമായി യോജിക്കുന്നവർ വരണം. ഒരു പാർട്ടിയെ സംബന്ധിച്ചും നെയിം ചെയ്തപ്പോൾ തങ്ങൾ പറഞ്ഞില്ലല്ലോ. UDFിനോട് ആശയപരമായി യോജിക്കുന്ന കൂടുതൽ പാർട്ടികൾ പിന്നെ UDFിൻ്റെ അടിത്തറ വികസിപ്പിക്കണം. അല്ല, അതായത് ഞാൻ വളരെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് വളരെ പിന്നെ മിതമായ. എന്നാൽ ആ ശ്രമത്തിന് ഇപ്പോഴേ ചെക്ക് വയ്ക്കുകയാണ് PJ ജോസഫ്. നിലവിൽ കേരള കോൺഗ്രസ് എമ്മിന്റെ പ്രസക്തി നഷ്ടപ്പെട്ട അവസ്ഥയാണ് എന്നും UDFിലെ ഐക്യം കുറച്ചുകൂടി ശരിയാകാനുണ്ട് എന്നുമാണ് PJ ജോസഫിന്റെ പ്രതികരണം. ഐക്യം പൂർണ്ണമായിട്ടില്ല, അത് അസംബ്ലി ഇലക്ഷൻ ആകുമ്പോഴത്തേനും പൂർണ്ണമാകുന്നത് ഉണ്ടെങ്കിൽ പരിഹരിക്കും. അതൊക്കെ ഉൾപ്പെടെ കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ പറയുന്നത് കേരള കോൺഗ്രസ് എം തിരിച്ചു വരണമെന്ന്, മുന്നണിയിലേക്ക് തിരിച്ചു വരണമെന്ന് അതവിടെ സീരിയസ് ആയിട്ട് പറഞ്ഞാൽ തോന്നുന്നില്ല. വേറൊരു ചർച്ചയ്ക്ക് വകുപ്പുണ്ടോ? അവരെ കൂടെ തന്നെ വിജയം വരിച്ചിരിക്കുന്നത്. അഴിമതി പിന്തുണയ്ക്കുന്ന നിലപാടാണോ കേരള കോൺഗ്രസ് എമ്മിനുള്ളത്? പ്രതികരണമില്ല. അത് നിസ്സഹായത കൊണ്ടാണോ അവർക്ക് അവിടെ? കാരണം ഇടതുപക്ഷത്തൊരു ഘടകകക്ഷിയാണ്. അവിടെ ഒരു പ്രസക്തിയില്ല. ഈ വലിയ മുന്നേറ്റം ഉള്ളപ്പം ആ മുന്നേറ്റം തുടരാൻ അവർ വേണമെന്നില്ല. കുഞ്ഞാലിക്കുട്ടി ഡയറക്റ്റായി സ്വാഗതം ചെയ്യുമ്പോൾ ആ നിലപാടല്ല പ്രതിപക്ഷ നേതാവ് VD സതീശൻ സ്വീകരിക്കുന്നത്. UDF വിപുലീകരിക്കുമെന്ന് പറയുമ്പോൾ ഒരു പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം എന്ന നിലയിലുള്ള വളർച്ചയാണ് VD സതീശൻ എടുത്തു സൂചിപ്പിക്കുന്നത്. അതായത് പാർട്ടികളെ ഉൾക്കൊള്ളുക എന്നതിനപ്പുറം അവർ പ്രതിനിധാനം ചെയ്യുന്ന ജനവിഭാഗങ്ങളെ UDFിന്റെ കുടക്കീഴിൽ കൊണ്ടുവരികയാണ് VD സതീശന്റെ ലക്ഷ്യം. പിന്നെ UDFിൽ ആരുമായിട്ട് ഇപ്പം നമ്മൾ ചർച്ചയൊന്നും നടക്കുന്നില്ല. ഞാൻ ഒരു കാര്യം പറയാം, UDFിൻ്റെ അടിത്തറ അടുത്ത തെരഞ്ഞെടുപ്പാകുമ്പോൾ ഒന്നുകൂടി വിപുലീകരിക്കും. ഒരു വലിയ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമാണ്. മുന്നണി രാഷ്ട്രീയത്തിന് പുതിയ മാനങ്ങൾ നൽകുന്ന ഒരു പുതിയ പൊളിറ്റിക്കൽ ബ്രോഡറായിട്ടുള്ള വളരെ വിപുലമായ ഒരു പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമും കൂടിയായി UDF മാറുകയാണ്. അപ്പോൾ കുറേ രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു മുന്നണിക്കപ്പുറത്തുള്ള ഒരുപാട് വിഭാഗം ജനങ്ങളെ എല്ലാം ഉൾക്കൊള്ളാൻ കഴിയുന്ന, നമ്മൾ പറയല്ലോ ഒപ്പീനിയൻ മേക്കേഴ്സ്, ഇപ്പോഴത്തെ വാക്ക് ഇൻഫ്ലുവൻസേഴ്സ് എന്നാണ്, അവരെല്ലാം ഉൾപ്പെടെയുള്ള ഒരു വലിയ വിശാലമായ ഒരു പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമാണ് UDF. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വിജയം കണ്ടുവരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്ന് UDFിലെ ബഹുഭൂരിപക്ഷ MPമാരും ആഗ്രഹിക്കുന്നുവെന്നാണ് വിവരങ്ങൾ. ഒപ്പം നിലവിൽ സജീവമല്ലാതിരുന്ന മുതിർന്ന നേതാക്കളിൽ പലരും കുപ്പായമിട്ട് രംഗത്തിറങ്ങാനും റെഡിയാണ്. സീറ്റ് മോഹികളുടെ എണ്ണം കൂടുമ്പോൾ രൂപപ്പെടാവുന്ന ഗ്രൂപ്പ് തർക്കങ്ങളെയും മറികടന്ന് വേണം UDFിന് മുന്നോട്ട് നീങ്ങാൻ. സമീപകാലത്തെ ഉറച്ച നിലപാടുകളുമായി മുന്നോട്ട് പോകുന്ന VD സതീശന് ഇതും കൈകാര്യം ചെയ്യാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കാം.